ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചക്ക വരട്ടിയത് കൊണ്ടുണ്ടാക്കിയ ഇലയുടെയാണ്. ഈ ചക്ക വരട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ഇല്ലേ, എൻ്റെ ഒരാഴ്ച മുന്നേ ഇട്ടിരുന്ന വീഡിയോയിലുണ്ട് കേട്ടോ. അത് കാണാത്തവരൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? കൂട്ടുകാരെ, നമുക്കിന്ന് ചക്ക അട ഉണ്ടാക്കാം. ചക്ക അട ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞാൻ ദണ്ട് ചക്ക വരട്ടിയതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ സാധനമാണിത്, ചക്ക വരട്ടിയത്. ഇത് കുറേ ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ കുറേയൊക്കെ എടുത്ത് തന്നെ കഴിച്ചു. ഇപ്പോൾ അതാ ഇത്രയുണ്ട്. അപ്പോഴാണ് തോന്നിയത് ചക്ക അട ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അതിനു വേണ്ടി ചക്ക വരട്ടിയത് എടുത്തിട്ടുണ്ട്. ചക്ക വരട്ടിയത്, പിന്നെ ആവശ്യത്തിന് ഞാൻ അരിപ്പൊടി നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ തേങ്ങ ആദ്യം ഞാൻ തേങ്ങ നെയ്യിലൊന്ന് വാർത്തെടുക്കട്ടെ. അപ്പോൾ ചക്ക അട ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അരമുറി തേങ്ങ ഒന്ന് വാർത്തെടുക്കാം. തേങ്ങ ഒത്തിരി അങ്ങ് മൂപ്പിക്കണ്ട, ഞാൻ കാണിക്കാം, അതിൻ്റെ പരുവം ഞാൻ കാണിക്കാം. ഇപ്പം തിരുമ്മിയ തേങ്ങ എടുക്കുന്നത്, അല്ലാതെ തേങ്ങ കൊത്ത് വേണമെന്നവർക്ക് ആ കൊത്തും വറുത്ത് ഇടാവുന്നതാണ്. നെയ്യൊക്കെ ഇവിടെ ചക്ക വരട്ടിയതിനകത്ത് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ നെയ്യൊന്നും ആവശ്യമില്ല. അപ്പോൾ ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർത്തന്നേ ഉള്ളൂ. തേങ്ങ മൂപ്പിക്കുന്നില്ല, ചെറുതായിട്ടൊരു കളറൊന്ന് മാറുമ്പോഴത്തേക്ക് തീ അങ്ങ് ഓഫ് ചെയ്യുവാണ്. ഇതേ പരുവത്തിൽ മൂപ്പിച്ചെടുത്താൽ മതി. ചെറിയൊരു ഗോൾഡൻ കളർ വരുന്നിടം വരെ ഈ പരുവത്തിലാണ് നമ്മൾ തേങ്ങ മൂപ്പിച്ചെടുത്തേക്കുന്നത്. ഒത്തിരി മൂക്കണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറിയാൽ മതി. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് നമ്മുടെ ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കാം. ചക്ക വരട്ടിയതും ചേർത്ത് കൊടുത്ത് തേങ്ങയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങയും ഇട്ട് കൊടുത്തു. കൂടെ ഞാൻ അരിപ്പൊടിയും ഇട്ട് കൊടുക്കുക. 1/4 സ്പൂൺ ഉപ്പ് ചേർത്താൽ മതിയേ, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി 1/4 സ്പൂൺ ഉപ്പ്. ശേഷം നമുക്ക് കൈ കൊണ്ട് ആദ്യം നല്ല പോലെ ഇതൊന്ന് ഇളക്കി കൊടുക്കണേ. എന്നാ മണമാണെന്നറിയോ? നല്ല മണമാണ്. കൈ കൊണ്ടെല്ലാം ഒന്ന് ആ പൊടിയിലോട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചെറു ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായി ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കുക. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണേ. അപ്പം നല്ലപോലെ ഞാനിത് ആദ്യം ഒന്ന് കുഴച്ചെടുക്കട്ടെ. ഞാൻ മാവെല്ലാം നല്ലപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ള ശർക്കര ആയതുകൊണ്ടായിരിക്കാം അധികം കളറൊന്നുമില്ല, എന്നാലും ഇത് നല്ല ടേസ്റ്റിയാണ്. അടുത്തായിട്ട് ഞാൻ ഇടിക്കൂട്ടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂട് വന്നതിന് ശേഷം ഞാൻ ഇഡ്ഡലിത്തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. മാവെടുത്ത് വെച്ചിട്ട് ചൂടുവെള്ളത്തിൽ തൊട്ട് തന്നെ, ഇളം ചൂടുവെള്ളത്തിൽ തൊട്ട് തന്നെ മാവിങ്ങനെ നൈസായിട്ടിങ്ങനെ പരത്തി കൊടുക്കുക. ഇലങ്ങ് രണ്ടായിട്ട് മടക്കി വെക്കുക. രണ്ടായിട്ട് ഇങ്ങനെ മടക്കി വെക്കുക. അങ്ങനെ ഞാനിതെല്ലാം മാവെല്ലാം ഇലയിലോട്ട് പരത്തി വെക്കട്ടെ. അപ്പോൾ ഇതാ ഞാൻ ചക്കയുടെ എല്ലാം ഇലയിൽ ഇങ്ങനെ പരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഡലിത്തട്ടിലേക്ക് ചക്കയുടെ എല്ലാം ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാവേ.
നമ്മുടെ ഇലയുടെ എല്ലാം ഇഡലിത്തട്ടിൽ ആവി കയറാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് മൂടി വെച്ച് അതിൻ്റെ അടപ്പിട്ട് മൂടി വെച്ച് വേവിക്കാം. നമ്മുടെ ചക്കയുടെ വെച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ആയേ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വാവ്, അടിപൊളി. ഭയങ്കര ചൂടാണേ, കണ്ട. അങ്ങനെ നമ്മുടെ ചക്കയുടെയൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റി ആയിരിക്കും. ചൂടാറിയിട്ടൊന്ന് കഴിച്ച് നോക്കാം. വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.